ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കിരണിനോട് നയനെ ഇപ്പോൾ കല്യാണിയെ വിളിച്ച് പറഞ്ഞല്ലോ ലക്ഷ്മിയമ്മയൊക്കെ പോയിന്ന്, കല്യാണിയുടെ അച്ഛൻ. അപ്പോൾ കിരൺ നയനോടായിട്ട് പറയാണ്, അവർ പോയത് ശരിയായില്ല. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം അടുത്താണെങ്കിൽ പോലും, കുറച്ച് ദൂരം ഉള്ളെങ്കിൽ പോലും നമുക്ക് ഓടിയെത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം വരുമോ എന്നൊക്കെയുള്ളൊരു ഭയമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗംഗപ്രസാദ് അവൻ്റെ ലാപ്ടോപ്പിൽ കാണിക്കുകയാണ്. അപ്പോൾ അവിടെ കാർത്തികയും ലക്ഷ്മിയമ്മയും അവരുടെ വീട്ടിലോട്ട് ചെന്ന ദൃശ്യം ശരിക്കും നമ്മുടെ ഇവൻ കാണുവാണ്, ഗംഗപ്രസാദ് കാണുവാണ് കേട്ടോ. അപ്പോൾ അത് സ്റ്റെഫിയോട് പറയാണ്, ഞാൻ അവരുടെ വീട്ടിൽ പോയ സമയത്ത് ഒരു പെൻ ക്യാമറ സെറ്റ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് വിഷ്വൽസ് എല്ലാം ഇങ്ങോട്ട് കിട്ടുന്നതെന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ സ്റ്റെഫിക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. ഗംഗ പറയാം, നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടിയിൽ ചെന്നിട്ട് വേണമെങ്കിൽ പിന്നെ ഇവിടെ ആ ഓഡിറ്റോറിയത്തിലേക്ക് കല്യാണ ദിവസം ചെല്ലാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടിയിൽ കയറിയിട്ടായാലും കാർത്തിയുടെ വീട്ടിലോട്ടൊക്കെ പോകാൻ പറ്റും. അപ്പോൾ നമുക്കതൊക്കെ പ്ലാൻ ചെയ്യണം. പിന്നെ അപ്പോൾ സ്റ്റെഫി ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയണേ, എടി മണ്ഡലക്കാലമല്ലേ വരുന്നത്. അപ്പോൾ സ്റ്റെഫി ചോദിക്കും, അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് സ്വാമിമാരെ പോലെ വേഷമൊക്കെ മാറി കറുപ്പൊക്കെ കൊടുത്ത് തരച്ച മുടിയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ പോകാമെന്നൊക്കെ പറയുവാണേ. കല്യാണിയുടെ അമ്മയൊക്കെ അമ്പലവുമായിട്ട് ഭയങ്കര എന്തെങ്കിലും ജീവിക്കുന്നവരാണ്. അപ്പോൾ എന്തായാലും വൃശ്ചികം 1-ാം തീയതി കല്യാണി ഉറപ്പായിട്ടും അമ്പലത്തിൽ വരും. കാർത്തികയെ ലക്ഷ്മിയമ്മയും വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ആ സമയത്താണ് നമുക്ക് ഇതിനുള്ള അവസരം എന്ന് പറയുകയാണ് ഗംഗപ്രസാദ്. നമുക്ക് രണ്ടാൾക്കും കൂടി സ്വാമിയുടെ വേഷത്തിൽ, അയ്യപ്പ വേഷത്തിൽ, അയ്യപ്പനും മാളികപ്പുറമയായിട്ടൊക്കെ നമുക്ക് നേരെ അമ്പലത്തിൽ പോവാം. അങ്ങനെ ചെന്നിട്ട് തീർക്കാമെന്നൊക്കെ പറയുകയാണ്. പിന്നെ എനിക്ക് ഈ ഒരു കാര്യം മാത്രമേ പേടിയുള്ളൂ, ആ കിരണിനെ മാത്രമാണ്. ഞാൻ അന്ന് നമ്മൾ വേഷം കെട്ടി ചെന്നിട്ട് പോലും അതിൽ ചെറിയ ഡൗട്ട് തോന്നിയിട്ടുള്ളത് അവനാണെന്ന് ഗംഗ പറയുവാണേ. ലക്ഷ്മിയമ്മയും കാർത്തികയും വീടിനകത്തൊക്കെ ചെന്നിട്ട് എല്ലായിടത്തൊക്കെ നോക്കും. അപ്പോൾ കാർത്തിക പറയാം, അവൻ ബാക്കിലെ പൂട്ട് വിളിച്ചാണ് വന്നത്, കിരൺ പിന്നീട് ഇത് റെഡിയാക്കിച്ചതാണെന്ന് പറയുകയാണ്. അപ്പോൾ ലക്ഷ്മിയമ്മ പറയാം, എല്ലാ റൂമും നന്നായി സെർച്ച് ചെയ്യണം. കാരണം ഏതെങ്കിലും റൂമിൽ ഇവൻ ചിലപ്പോൾ ഇരിപ്പുണ്ടാവും. അവൻ ചിലപ്പോൾ നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മളെന്തായാലും ഇങ്ങോട്ട് വരുമെന്ന് അറിയാമല്ലോ എന്ന് പറയണേ. കാർത്തിക പറയാം, അവൻ നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഭക്ഷണം പോലും കഴിക്കാതെ എത്ര ദിവസം വേണമെങ്കിലും അവൻ ചിലപ്പോൾ റൂമിനകത്തൊക്കെ ഇരുന്നോളൂ എന്ന് പറയാം. പിന്നെ കാണിക്കുന്നത് കല്യാണി നേരെ നമ്മുടെ ലക്ഷ്മിയമ്മയെ വിളിക്കുക. ലക്ഷ്മിയമ്മ ഫോൺ എടുക്കുകയാണ് കേട്ടോ, മോളെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറയണേ, എന്ത് പരിപാടിയാണ് കാണിച്ചത്, പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോയത് ശരിയായോ? കാരണം ഇപ്പോൾ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ട ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്നൊക്കെ പറയാം. അപ്പോൾ പറയാം, മോളെ എന്തായാലും പോകുന്നല്ലേ പറ്റുള്ളൂ, പിന്നെ അവനെ പേടിച്ചുള്ള കാലം മുഴുവൻ ഒളിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. കിരൺ പറയുന്നത് പോലെ തന്നെ ഞങ്ങളും വിചാരിക്കുന്നത്. കാരണം അവനെ എങ്ങനെയെങ്കിലും കൈ കിട്ടിയാൽ ദീപയുടെ മരണത്തിന് മറുപടി ചോദിക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ്, ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് മോളെ. ഇപ്പോൾ ദീപയുടെ മരണം നേരിട്ട് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും അത് ഭയമില്ല എന്ന് പറയുക. ലക്ഷ്മിയമ്മ പറയാം, മോനി മോളെല്ലാവരോടും വിളിച്ച് പറഞ്ഞിട്ട് എല്ലാവരെയും കൊണ്ട് അങ്ങോട്ട് വിളിപ്പിക്കാൻ നിൽക്കണ്ട, ഞങ്ങൾ എന്തായാലും കല്യാണം കഴിയുന്നത് വരെ ഇവിടെ നിൽക്കാൻ പോവാണ് എന്ന് ലക്ഷ്മിയമ്മ പറയണം. എന്നിട്ട് ശരി മോളെ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുക കേട്ടോ. കല്യാണിക്ക് അത് നല്ല വിഷമം ഉണ്ടാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാർത്തിയെ വിളിക്കുക, അമ്മ വാ നമുക്ക് റൂമുകളൊക്കെ ഒന്ന് നോക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് പ്രകാശൻ അമ്പലത്തിൽ നിന്നിട്ട് മനം ഉരുകി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകാശിനോടൊപ്പം നമ്മുടെ കല്യാണി ഉണ്ട് കേട്ടോ. കല്യാണിയും ഇങ്ങനെ വല്ലാണ്ട് ഇരിക്കുകയാണ്. പ്രകാശ് നല്ല കറുപ്പ് ഷർട്ടും കറുപ്പ് മുണ്ടൊക്കെ കൊടുത്ത് സ്വാമിയുടെ ആ ഒരു വേഷത്തിൽ തന്നെയാണ് കേട്ടോ. കല്യാണി നിൽക്കുന്നുണ്ട്. കല്യാണി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ തിരുമേനി വരുമ്പോൾ പറയുന്നത്, തിരുമേനി കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, കൊല ചെയ്തവൻ പുറത്താണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ എനിക്ക് മല ചവിട്ടണം, ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ട് ഇത്രയും കാലം മല ചവിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ എൻ്റെ മോൾക്കും എൻ്റെ കുടുംബക്കാർക്കും വേണ്ടിയിട്ട് നല്ലത് സംഭവിക്കാൻ വേണ്ടിയിട്ട് മല ചവിട്ടണം എന്ന് പറയുമ്പോൾ തിരുമേനി പറയാതെ, ദുഷ്ടനായവർക്ക് വേണ്ടിയിട്ട് മല ചവിട്ടിയ യഥാക്കം മനസ്സിലാക്കാൻ കഴിവ് അയ്യപ്പനുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് മാലയിട്ട് കൊടുക്കുകയാണ്. സ്വാമി ശരണം വിളിച്ച് മാലയിടുവാണേ. പ്രകാശൻ സ്വാമി ശരണയ്യപ്പ എന്ന് വിളിച്ചിട്ട് മാലയെല്ലാം കഴുത്തിലിട്ട് അതെല്ലാം തൊട്ട് തൊഴുതിട്ട് ഇങ്ങനെ പോക്കറ്റിൽ നിന്ന് ദക്ഷിണെടുത്തിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് സ്വാമി ശരണയ്യപ്പ, എൻ്റെ മക്കൾക്കാർക്കും ഒരു കുഴപ്പവും വരത്തില്ലേ എന്ന് പറയാം. തിരുമേനി അകത്തേക്കും പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. കല്യാണിയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇമ്മ അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് ബെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ മോളെ, അപ്പോൾ കാർത്തിക ഉണ്ട് കേട്ടോ. മോളെ പെട്ടെന്ന് പോയി വാതിൽ തുറക്കരുത്, പിന്നെയും ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാർത്തിക പറഞ്ഞു, ഇല്ല ജനൽ വഴി നോക്കിയതിന് ശേഷം മാത്രമേ അകത്ത് കയറുള്ളൂ എന്ന് പറയും. അപ്പോൾ ജനൽ വഴി നോക്കുമ്പോൾ ആ ദിലീപാണ് കേട്ടോ പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ ചിരിച്ചിട്ട്, അമ്മ ദേ ദിലീപ് ഭട്ടനാണെന്ന് പറഞ്ഞിട്ട് നേരെ ഡോർ തുറക്കും കേട്ടോ. അപ്പോൾ ദിലീപ് അകത്തേക്ക് വരികയാണ്. ലക്ഷ്മി ബാ മോനെ എന്ന് പറഞ്ഞ് വിളിച്ച് അവിടെ ഇരുത്തുവാണ്. അപ്പോൾ കാർത്തിക പറയണേ, അതെ ദിലീപ് എന്നോട് ഇനി പ്രഷറൊന്നും ഞങ്ങൾ ചെലുത്തത്തില്ല. കാരണം എൻ്റെ അച്ഛനും കല്യാണിയൊക്കെ നിർബന്ധിച്ചിട്ടാണ് കല്യാണത്തിന് വീണ്ടും ഞാൻ സമ്മതിച്ചത്. കാർത്തിക പറയണേ, അതെ ദിലീപയുടെ കല്യാണത്തിന് പറ്റിയൊരു മാനസികാവസ്ഥയൊന്നുമില്ല, എല്ലാവരും കൂടി ബഹളം വെച്ചിട്ട് അടിപിടിയുന്ന കല്യാണം ആക്കിയത്. ശരിക്കും കല്യാണിയുടെ അമ്മയുടെ മരണം ഞങ്ങളെ അത്രമാത്രം തളർത്തിയിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മിയമ്മ പറയണേ, അതെ മോളെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് മോന് ജീവന് അപകടമൊന്നും പറ്റരുത്.
അപ്പോൾ ദിലീപ് പറയണേ അതെ എന്നെ ഇന്നലെ രാത്രിയിൽ ഗംഗാപ്രസാദ് വിളിച്ചിരുന്നു. പിന്നെ അപ്പോൾ ഇവർ രണ്ടുപേരും ഞെട്ടുവാണ്. അൺനോൺ നമ്പറിൽ നിന്നാണ് വിളിച്ചിരുന്നേ. അപ്പോൾ എന്നോട് പറഞ്ഞ കല്യാണത്തിന് പിന്മാറണമെന്നാണ്. പിന്മാറിയില്ലെങ്കിൽ പിന്നെ ജീവിതം ആയുസ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല എന്ന് തിരിച്ചും പറഞ്ഞു. അപ്പോൾ ലക്ഷ്മിയമ്മ പറയും അവൻ പറഞ്ഞ മോനെ ചെയ്യും, അവൻ അത്തരക്കാരനാന്ന് പറയുമ്പോൾ പറയണം അവൻ എന്തായാലും കല്യാണിയുടെ അമ്മയെ കൊന്നു. അപ്പോൾ അവൻ എന്തായാലും ഈ കുടുംബത്തിനോട് എല്ലാവരോടും ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് അവനോട് പ്രതികാരമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ രണ്ട് കൂട്ടരും കൂടി തീരുമാനിച്ച കാര്യമാണല്ലോ കല്യാണ നിശ്ചയമില്ലാതെ പെട്ടെന്ന് വിവാഹം എന്നത്. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുക തന്നെ വേണം. അപ്പോൾ ദിലീപ് പറയാം അമ്മ നമ്മൾ ഭയന്ന് ഓടി മാത്രം പോയാൽ അതിനേ നേരം ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കേണ്ടി വരും. ഒരു പാവം പിടിച്ചൊരു അമ്മ പോലും ആവും കാരണം മരിക്കേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഓർത്തിട്ട് മുന്നോട്ട് പോയേ പറ്റുമെന്ന് പറയാം. കല്യാണിയുടെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ കല്യാണം നടക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതിനൊന്നും പറയാത്തത്. പിന്നെ കല്യാണി തന്നെയാണ് എല്ലാവരോടും ഓടി നടന്ന് എല്ലാം ചെയ്യുന്നത്. അവൾ സഞ്ജയനം അസ്ഥി ഒഴിക്കിയതിന് ശേഷം അവൾ പറഞ്ഞ കാര്യം എന്നാന്ന് വെച്ചാൽ ഗംഗയെ കൊല്ലണം എന്നാണ്. അവൾ അത്രയും വാശിയോടെയാണ് ഗംഗയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തിരിച്ച് അവളോടൊന്നും പറയാൻ പറ്റാത്തത്. ഇപ്പോൾ എല്ലാവരും ഓടി നടന്ന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ദിലീപ് പറയാൻ തിരിച്ച് പറ്റില്ല എന്നല്ല എതിര് പറയാൻ നിൽക്കരുത്, കല്യാണം നടക്കുക തന്നെ വേണമെന്ന് ദിലീപ് പറയുവാണ്. വിവാഹം വിളിയായിട്ട് പോയ സമയത്ത് ഞാൻ അങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞിട്ട് ദിലീപ് ഇറങ്ങുവാട്ടെ. അപ്പോൾ ദിലീപ് ഇറങ്ങുമ്പോൾ ലക്ഷ്മിയമ്മ പറയുക നല്ലൊരു പയ്യനാണ് മോളെ, അവനൊന്നും പറ്റാതിരുന്നാൽ മതി, അവൻ എന്തെങ്കിലും പറ്റിയ ആ സങ്കടം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും പോവില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് അങ്ങ് സംസാരിച്ച് നിൽക്കുവാണേ. പ്രകാശൻ ഇങ്ങനെ എന്തൊക്കെയോ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കല്യാണിയും കാദംബരിയും വരുവാണ്. അപ്പോൾ അച്ഛൻ എന്താ നോക്കുന്നതെന്ന് ചോദിക്കാൻ പറയും അത് നമ്മുടെ കാർത്തികയുടെ കല്യാണക്കുറി നോക്കുമായിരുന്നു, കാരണം ആദ്യം അടിച്ചത് മാറ്റിയിട്ട് പിന്നെ രണ്ടാമത് അടിച്ചതാണല്ലോ. പ്രകാശൻ പറയാണ് അത് ആദ്യത്തെ കല്യാണക്കുറിയിലും ദീപയെന്നുണ്ടായിരുന്നു, രണ്ടാമത്തെ കല്യാണക്കുറിയിലും ദീപയെന്നുണ്ട്, പക്ഷെ ലേറ്റെന്ന് വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ, ലേറ്റ് ദീപ. അപ്പം നമ്മുടെ കല്യാണി പറയാണ് അത് ബൈജു പോയിരുന്നത്, അപ്പോൾ അത് പറയാൻ വിട്ടുപോയി കാണും. അപ്പോൾ കാദംബരിയും പറയാണ് രതീഷേട്ടനും ഉണ്ടായിരുന്നു, അത് പറയണമെന്ന് ഓർത്താൽ പോയത്, പക്ഷെ അത് വിട്ടുപോയി എന്നാണ് തോന്നുന്നതെന്ന് പറയുവാണേ. അപ്പോൾ പറയാണ് നമ്മുടെ കുടുംബത്തിൽ ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും ദീപ ഉണ്ടാവില്ലല്ലേ, ഞാൻ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച ദീപയോടൊപ്പം 25 വർഷം ദീപയോടൊപ്പം ജീവിച്ചു, 2 കൊല്ലം മാത്രം ലക്ഷ്മിയോടൊപ്പം ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ആദ്യമൊക്കെ അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ദീപയെ. പക്ഷെ പിന്നീട് ഒരു ജ്യോത്സ്യൻ എന്നോട് പറഞ്ഞു ഇനി ഉണ്ടാകുന്ന പെൺകുട്ടിയാണ് ആ കുടുംബം മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് അവളോടും വെറുപ്പായിരുന്നു, അവളോടല്ല ശരിക്കും വെറുപ്പ്, പെൺമക്കളോടായിരുന്നു വെറുപ്പ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പ്രകാശൻ പഴയ കാര്യങ്ങൾ പറഞ്ഞ് സങ്കടപ്പെടുവാണേ. അച്ഛനകത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കാദംബരി പറയാം അച്ഛൻ ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ പറയുന്നത് എനിക്കൊന്നും വേണ്ട മോളെ, വിശപ്പൊക്കെ പോയിട്ട് എത്ര കാലമായി എന്ന് പറയുമ്പോൾ കാദംബരി പറയാം അച്ഛൻ കഴിച്ചില്ല ഇവളും കഴിക്കില്ല, അല്ല ഞാൻ മോക്ക് വന്ന് കൂട്ടിരിക്കാമെന്ന് പറയുമ്പോൾ കല്യാണി പറയാം അച്ഛൻ കഴിച്ചാൽ മതി, കൂട്ടിരിക്കേണ്ട കാര്യമില്ല കഴിക്കണം എന്ന് പറയുകയാണ്. അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ മൗനരാഗം വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാരെല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും കൂടി തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.